സ്വർണ്ണപ്പണയ വായ്പ നൽകുന്ന ബാങ്കുകളും ഇതര ധനകാര്യ സ്ഥാപനങ്ങളും മാർഗനിർദ്ദേശം വേണ്ടവിധം പാലിക്കുന്നില്ലെന്ന് റിസർവ് ബാങ്ക്. പണയത്തിനെടുക്കുന്ന സ്വർണത്തിന്റെ മൂല്യനിർണ്ണയം, വായ്പ തുക, സ്വർണ്ണപ്പണയ ലേലം തുടങ്ങിയ വിഷയങ്ങളിലാണ് റിസർവ് ബാങ്കിന്റെ അതൃപ്തി. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മണപ്പുറം ഫിനാൻസ്, മുത്തൂറ്റ് ഫിനാൻസ് തുടങ്ങിയവയുടെ ഓഹരി വിലയിൽ ഇടിവ്. IT വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്ത. ഇന്ത്യയിലെ പ്രമുഖ IT കമ്പനികളുടെ നടപ്പു സാമ്പത്തിക വർഷത്തെ റിക്രൂട്ട്മെന്റ് ഇരട്ടിയാകുമെന്ന് സൂചന. കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് ഭിന്നമായി TCS, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയവ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഊർജിതമായി നടത്തുന്നുണ്ട്. അടുത്ത മാർച്ചിന് മുമ്പ് 1.5 ലക്ഷത്തിലേറെ പേർക്ക് എൻട്രി ലെവൽ കടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ നിർമ്മാണ മേഖലയുടെ പ്രവർത്തനങ്ങൾ 8 മാസത്തെ താഴ്ന്ന നിരക്കിൽ. സെപ്റ്റംബറിലെ കണക്ക് പ്രകാരമാണ് ഇത്. കയറ്റുമതി ഓർഡറുകളിൽ നേരിയ വർധനവുണ്ട്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് സംവിധാനത്തിൽ പ്രതിദിന ഇടപാടുകൾ 50 കോടി കവിഞ്ഞു. സെപ്റ്റംബറിലെ കണക്ക് പ്രകാരമാണിത്. തുടർച്ചയായ 5ാം മാസവും UPI ഇടപാടുകൾ 20 ലക്ഷം കോടിയുടേതാണ്. പ്രതിദിനം 68,800 കോടിയുടെ ഇടപാട്. ഡെലിവറി ഏജന്റുമാർ ജാഗ്രത പാലിക്കാൻ ഒരു വാർത്തയുണ്ട് ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ നിന്ന്. 1.5 ലക്ഷം രൂപ വില വരുന്ന ഐഫോൺ ഒരാൾ ക്യാഷ് ഓൺ ഡെലിവറിയായി ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നു. അതുമായി ഫ്ലിപ്കാർട്ട് ഡെലിവറി ഏജന്റ് എത്തിയപ്പോൾ അയാളെ കൊലപ്പെടുത്തി ഫോൺ കൈക്കലാക്കുന്നു. മൃതദേഹം കനാലിൽ എറിയുന്നു. ഡെലിവറി ഏജന്റിനെ 2 ദിവസമായി കാണാതെ വന്നതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് വിവരം പുറം ലോകം അറിഞ്ഞത്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.